ഒരു ഗെറ്റ് ടുഗദറിൽ വെച്ച് പഴയ സഹപാഠിയെ കണ്ടുമുട്ടുക, സൗഹൃദം പുതുക്കുക, പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുക. സിനിമയായാലും സീരിയലായാലും പ്രേക്ഷകരുടെ കയ്യടി ലഭിക്കുന്ന സ്ഥിരം പ്ലോട്ടുകളിൽ ഒന്നാണിത്. പൊടിപ്പും തൊങ്ങലും ചേർത്ത് സമൂഹ മാധ്യമങ്ങളും ഇത്തരം പ്ലോട്ടുകൾക്ക് ഒരു താരപരിവേഷം നൽകാറുണ്ട്. എന്നാൽ കണ്ണൂരിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയുടെ ഫലം ആസൂത്രിതമായൊരു കൊലപാതകമായിരുന്നു. കൈതപ്രത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ ഭാര്യ സുഹൃത്ത് കൊലപ്പെടുത്തിയ വാർത്തയുടെ തുടക്കമായിരുന്നു ഈ ഒരു ഗെറ്റ് ടുഗദർ. കൊല്ലപ്പെട്ടത് കൈതപ്രം മാതമംഗലത്തെ പ്രാദേശിക BJP നേതാവ് KK രാധാകൃഷ്ണൻ. കൊന്നത് പെരുമ്പടപ്പ് സ്വദേശി NK സന്തോഷ്. കൊലപാതകത്തിനുള്ള കാരണമാകട്ടെ രാധാകൃഷ്ണന്റെ ഭാര്യയും മിനിയും. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഗെറ്റ് ടുഗദറിൽ സന്തോഷ് തന്റെ പ്രണയം കണ്ടെത്തിയപ്പോൾ രാധാകൃഷ്ണന് നഷ്ടപ്പെട്ടത് തന്റെ ഭാര്യയ്ക്ക് തന്നോടുള്ള പ്രണയവും സ്വന്തം ജീവനുമായിരുന്നു. ആ കഥയ്ക്ക് വർഷങ്ങൾ നീണ്ട പകയുടെ ചരിത്രമൊന്നുമില്ല. രാഷ്ട്രീയ വൈരം അതിന് പശ്ചാത്തലമേയല്ല. നാട്ടുകാർക്ക് പ്രിയങ്കരനായിരുന്ന ഒരു പ്രാദേശിക നേതാവിന്റെ ആ കൊലപാതകത്തിന് പിന്നിൽ വിവാഹേതര ബന്ധത്തിന്റെ ആഴത്തിലിറങ്ങിയ വേരുകളുണ്ട്. ഭാര്യയും സുഹൃത്തും തമ്മിലുള്ള ബന്ധം വിലക്കിയതിന് അയാളെ കാത്തിരുന്നത് പോയിന്റ് ബ്ലാങ്കിലെ മരണവും. ഒരു ഗെറ്റ് ടുഗദർ തകർത്ത 3 ജീവിതങ്ങളും ആ തകർച്ചയുടെ മൂലകാരണങ്ങളും ചർച്ച ചെയ്യുകയാണ് ജനറൽ ഡയറി. സ്വാഗതം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന്. രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഫേസ്ബുക്കിൽ സന്തോഷ് പങ്കുവച്ച കുറിപ്പുകളിലൊന്ന് ഇങ്ങനെയായിരുന്നു. എന്റെ പെണ്ണെന്ന് സന്തോഷ് കുറിച്ചത് രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയെക്കുറിച്ചാണ്. ഒന്നിച്ച് പഠിച്ചതാണ് സന്തോഷും മിനിയും. വർഷങ്ങൾക്കിപ്പുറം ഒരു ഗെറ്റ് ടുഗദറിൽ വെച്ച് വീണ്ടും കണ്ടു. അത് പ്രണയത്തിലേക്ക് വഴിമാറാൻ അധികം താമസം വേണ്ടി വന്നില്ല. അവിവാഹിതനാണ് സന്തോഷ്. അതുകൊണ്ട് തന്നെ പ്രശ്നം രാധാകൃഷ്ണന്റെന്ന് മാത്രമായിരുന്നു. ഇരുവരും തമ്മിൽ ബന്ധമുണ്ടെന്നറിഞ്ഞതോടെ പലതവണ മിനിയെ താക്കീത് ചെയ്തിരുന്നു രാധാകൃഷ്ണൻ. മിക്ക ദിവസങ്ങളും ഇതേ ചൊല്ലി വഴക്കുമുണ്ടായി. പക്ഷെ മിനി വഴങ്ങാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ പ്രശ്നം പരിയാരം പോലീസ് സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് മിനിയെ ഇനി കാണരുതെന്ന താക്കീതാണ് സന്തോഷിന് കിട്ടിയത്. തുടർന്ന് കുറച്ചു നാളത്തേക്ക് ഇരുവരും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായില്ലെങ്കിലും പതിയെ ഈ ബന്ധം വീണ്ടും ഉടലെടുത്തു. മിനിയുടെ അമ്മയുടെ സ്വത്ത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഇവർക്കായി ഒരു വീട് പണിയുന്നുണ്ടായിരുന്നു രാധാകൃഷ്ണൻ. ഇതിനടുത്ത് തന്നെയാണ് അമ്മയുടെ താമസം. ഇടയ്ക്ക് മിനിയും ഇവിടെ വന്നു നിൽക്കും. ഈ വീടിന്റെ നിർമ്മാണത്തെ ചൊല്ലിയും രാധാകൃഷ്ണനും മിനിയും തമ്മിൽ തെറ്റിയിരുന്നു. വീടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് മിനി തുടക്കത്തിൽ കരാർ നൽകിയത് സന്തോഷിനായിരുന്നു. എന്നാൽ ഇരുവരും തമ്മിലുള്ള ബന്ധം പറഞ്ഞതോടെ രാധാകൃഷ്ണൻ ഇയാളെ മാറ്റി കരാർ മറ്റൊരാൾക്ക് നൽകി. ഇതിന്റെ പേരിലും മിനിയും രാധാകൃഷ്ണൻ തമ്മിൽ വഴക്കുണ്ടായതായാണ് വിവരം. നിർമ്മാണം നടക്കുന്നതിനാൽ എല്ലാ ദിവസവും രാധാകൃഷ്ണൻ ഈ വീട്ടിലെത്താറുണ്ടായിരുന്നു. ഇതറിഞ്ഞ സന്തോഷ് വീട്ടിൽ തക്കം പാത്തിരുന്ന് അയാളെ വെടിവെച്ചിട്ടു, അതും പോയിന്റ് ബ്ലാങ്കിൽ തന്നെ. രാധാകൃഷ്ണനും സന്തോഷും തമ്മിലുള്ള വൈരാഗ്യം തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായെങ്കിലും പെട്ടെന്നൊരു ദിവസം രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ സന്തോഷ് തീരുമാനിച്ചതിന് പിന്നിൽ അപ്രതീക്ഷിതമായൊരു കാരണമുണ്ടായിരുന്നു. മാർച്ച് 20-ന് രാധാകൃഷ്ണന്റെ വീട്ടിൽ നടന്ന ചില സംഭവ വികാസങ്ങളായിരുന്നു അത്. സന്തോഷുമായുള്ള ബന്ധം ആരോപിച്ച് രാധാകൃഷ്ണൻ അന്ന് മിനിയെ മർദ്ദിച്ചു. ഇത് മിനി സന്തോഷിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഇതിന്റെ ബാക്കി പത്രമായിരുന്നു ഫേസ്ബുക്കിലിട്ട ആ കുറിപ്പ്. മിനിയെ രാധാകൃഷ്ണൻ മർദ്ദിച്ചതറിഞ്ഞ സന്തോഷിന് രക്തം വിളച്ചു. കയ്യിലുള്ള തോക്കുമായി കൈതപ്രത്തെ പണി തീരാത്ത ആ വീട്ടിൽ അയാൾ രാധാകൃഷ്ണനെ കാത്തിരുന്നു. പതിവിലും വിപരീതമായി മകനോടൊപ്പമാണ് അന്ന് രാധാകൃഷ്ണൻ വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയ ഉടൻ മകൻ അപ്പുറത്ത് മുത്തശ്ശിയുടെ അടുക്കലേക്ക് പോയി. രാധാകൃഷ്ണൻ വീടിന്റെ പടി കടന്നതും സന്തോഷ് കാഞ്ചി വലിച്ചതും ഒന്നിച്ചായിരുന്നു. കൃത്യം നെഞ്ചിൽ തന്നെ തുളച്ചു കയറിയ ആ ഒറ്റ വെടിയുണ്ട. രാധാകൃഷ്ണന്റെ ജീവനെടുക്കാൻ ധാരാളമായിരുന്നു അത്. ഒരലർച്ചയോടെ അയാൾ പിടഞ്ഞു വീണു. ഒച്ച കേട്ട് മകനാണ് ആദ്യം വീട്ടിൽ ഓടിയെത്തുന്നത്. വരാന്തയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന അച്ഛനെ കണ്ട് ആ മകൻ നിലവിളിച്ചു. നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും ജീവനായി പിടയുകയായിരുന്നു രാധാകൃഷ്ണൻ. കുറച്ചുപേർ രാധാകൃഷ്ണനെ കൊണ്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഇതിനോടകം തന്നെ വീട്ടിൽ പമ്മിയിരിക്കുന്ന സന്തോഷിനെയും നാട്ടുകാർ കണ്ടെത്തിയിരുന്നു. അവർ വിളിച്ചറിയിച്ച പ്രകാരം പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തപ്പോഴും സന്തോഷിന് പറയാനുള്ളത് ഒന്ന് മാത്രമായിരുന്നു: കുറ്റം ചെയ്തത് ഞാൻ തന്നെ, ഞാൻ എല്ലാം പറയാം. മദ്യലഹരിയിലെ ആ കുറ്റസമ്മതമായിരുന്നു കേസിലെ ആദ്യ വഴിത്തിരിവ്. പോലീസ് പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ സംഭവം അണുവിട തെറ്റാതെ വിവരിച്ചു സന്തോഷ്. മിനിയുമായുള്ള ബന്ധം രാധാകൃഷ്ണൻ വിലക്കിയതും ഇതിന്മേലുള്ള വൈരാഗ്യവും കൊലയ്ക്ക് കാരണമായി സന്തോഷ് വെളിപ്പെടുത്തി. രാധാകൃഷ്ണന്റെ മകന്റെ പരാതിയിലായിരുന്നു പോലീസിന്റെ FIR. അമ്മയുമായുള്ള സൗഹൃദം അച്ഛൻ വിലക്കിയതിൽ സന്തോഷിന് വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന മകന്റെ മൊഴിയും കേസിൽ നിർണായകമായി. പിന്നീട് പോലീസിന് കണ്ടെത്താനുണ്ടായിരുന്നത് സന്തോഷ് കൃത്യം നടത്താൻ ഉപയോഗിച്ച തോക്കായിരുന്നു. തോക്കിന് ലൈസൻസ് ഇല്ല എന്നത് ഈ സമയം കൊണ്ട് പോലീസ് കണ്ടെത്തിയിരുന്നു. നാട്ടിൽ കാട്ടുപന്നിയെ ഓടിക്കാനുള്ള റെസ്ക്യൂ ടീമിലെ അംഗമായിരുന്നതിനാൽ സന്തോഷ് തോക്ക് പരിചയിച്ചത് ഇങ്ങനെയാണെന്നും പരിയാരം പോലീസ് കണ്ടെത്തി. രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട വീടിന്റെ പരിസരത്ത് തന്നെയായിരുന്നു പോലീസിന്റെ തെരച്ചിൽ. സന്തോഷിന്റെ ഷട്ടിലെ മണം പിടിച്ച് പോലീസ് നായ എത്തിയത് വണ്ണാത്തിപ്പുഴയുടെ തീരത്തായിരുന്നു. കാട് പിടിച്ചു കിടക്കുന്ന ഈ സ്ഥലം പോലീസ് അരിച്ചുപെറുക്കി പരിശോധിച്ചു. ഒടുവിൽ കേസിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിലേക്ക് പോലീസ് എത്തി. മിനിയും അമ്മയും താമസിക്കുന്ന വീടിന്റെ പമ്പ് ഹൗസിൽ നിന്നാണ് പോലീസിന് തോക്ക് ലഭിച്ചത്.
കൊല നടന്ന വീട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയത് മിനി കൂടി അറിഞ്ഞാണോ എന്ന പോലീസിന്റെ സംശയം ബലപ്പെടുത്തുന്നതായിരുന്നു ഈ കണ്ടെത്തൽ. തുടർന്ന് മിനിയും സന്തോഷും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളടക്കം പോലീസ് ശേഖരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മിനിയെ ചോദ്യം ചെയ്യാനും തീരുമാനമായി. വ്യാഴാഴ്ച കൊല നടന്ന വീടിന് തൊട്ടടുത്ത് അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു മിനി. എന്നാൽ നിലവിൽ ശബ്ദം കേട്ടിട്ടും ഇവിടേക്ക് വരികയോ കാര്യം അന്വേഷിക്കുകയോ ചെയ്തില്ല എന്നാണ് വിവരം. വ്യാഴാഴ്ച മിനിയും സന്തോഷും തമ്മിൽ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇവയൊക്കെ ശരിയാണെങ്കിൽ കേസിൽ മിനിക്കും പങ്കുണ്ടെന്ന നിഗമനത്തിലേക്കാണ് പോലീസിന് എത്താനാവുക. രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഭീഷണി സ്വരമുള്ള ഒരു പോസ്റ്റും ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു സന്തോഷ്. തോക്ക് പിടിച്ചു നിൽക്കുന്ന സ്വന്തം ചിത്രത്തിനൊപ്പം കൊള്ളിക്കുക എന്നതാണ് ടാസ്ക് എന്നും കൊള്ളുമെന്നത് ഉറപ്പാണെന്നും സന്തോഷ് എഴുതി. ഇതിന് പിന്നാലെ കൃത്യവും നടത്തി. മിനിയോടുള്ള അടുപ്പം മാത്രമാണോ സന്തോഷിനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് എന്നതിന് അതേന്ന് വിശ്വസിക്കാനുള്ള തെളിവുകളെ നിലവിൽ പോലീസിന്റെ പക്കലുള്ളൂ. സന്തോഷും രാധാകൃഷ്ണനും തമ്മിൽ വീടിന്റെ നിർമ്മാണം സംബന്ധിച്ച തർക്കമുണ്ടായതിന് പിന്നിലും ഈ ബന്ധമാണ് എന്നതിനാൽ വിവാഹേതര ബന്ധത്തെ തുടർന്നുള്ള അരുംകൊലയ്ക്ക് ഉദാഹരണമായി തന്നെ ഈ കേസിനെയും ഉൾപ്പെടുത്താം. കേസിൽ മിനിയുടെ പങ്ക് വ്യക്തമായ വിവാഹേതര ബന്ധം എതിർത്തതിന് പങ്കാളിയെ വകവരുത്തിയ തലത്തിലേക്ക് ഈ കേസിന്റെ ഗതി മാറും.